നൊബേൽ സമ്മാനം കിട്ടാതെ വന്നതോടെ പ്ലേറ്റും മാറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുരസ്കാരം ലഭിച്ചത് തീർത്തും അർഹയായ വ്യക്തിക്കാണ് എന്നും അവർ തന്നെ വിളിച്ചിരുന്നുവെന്നും പുരസ്കാരം തനിക്ക് വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് എന്നും തനിക്കുണ്ടായ നാണക്കേട് മറയ്ക്കാനായി ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. എന്നാൽ ഈ വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മാറുകയാണ്. ട്രംപിനെ ട്രോളിക്കൊണ്ടുള്ള പോസ്റ്റുകളും കമന്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ ഈ വിഷയത്തെ ആഘോഷമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ട്രംപ് നൊബേൽ സമ്മാനം ലഭിക്കാത്തതിന്റെ ദേഷ്യമാകട്ടെ ചൈനയുടെ മേൽ തീർക്കുകയും അവർക്ക് 100% അധിക ടാരിഫ് ഉയർത്തുകയും ചെയ്തു. അങ്ങാടിയിൽ തോറ്റതിന് ചൈനയുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് എന്താണ് കാര്യമെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കും, എന്നാൽ ഇവിടെ ട്രംപിന് അത് കയ്പാണ് സമ്മാനിച്ചത്. ട്രംപിന്റെ പ്രതികരണവും അത് കിട്ടാത്ത മുന്തിരി പോലെയായി എന്നതും വിശകലനങ്ങൾ പുറത്തുവരുന്നു. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മച്ചാഡോയ്ക്ക് 2025 നൊബേൽ സമാധാന പുരസ്കാരം ലഭിച്ചതിനെ തുടർന്നുകൊണ്ട് ട്രംപിന്റെ പ്രസ്താവന വാർത്താവിനിമയ വൃത്തങ്ങളിലെല്ലാം തന്നെ ചിരിയുടെയും പരിഹാസത്തിന്റെയും ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്. പുരസ്കാരം തനിക്ക് അല്ലെങ്കിൽ എനിക്ക് തന്നേക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് ആകട്ടെ മച്ചാഡോയുടെ അവരെ നേരിട്ട് പ്രശംസിക്കുന്നതിന് പകരം അവരുടെ പുരസ്കാരവും തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലായിരുന്നു പ്രസ്താവനകൾ പുറത്തുവന്നത്. ഞാൻ അവളെ പലവട്ടം സഹായിച്ചു. വെനസ്വേലയിലെ പ്രതിസന്ധി കാലത്ത് ഞാൻ ലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചുവെന്നും അതിനാൽ പുരസ്കാരം എനിക്കുള്ള ആദരവായി തന്നെ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ട് എന്നതായിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞത്. നൊബേൽ പുരസ്കാരത്തെ പറ്റി സംസാരിക്കുമ്പോൾ പതിവ് പോലെ തന്നെ സ്വന്തം നേട്ടങ്ങളുടെ പട്ടികയും അദ്ദേഹം അവതരിപ്പിക്കാൻ മറന്നില്ല എന്നതായിരുന്നു ഇവിടെ ശ്രദ്ധേയമായ കാര്യം. ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. റഷ്യ യുക്രൈൻ പ്രശ്നം മാത്രമായിരുന്നല്ല, അർമേനിയ, അസർബൈജാൻ, കൊസോവോ, സെർബിയ, ഇസ്രയേൽ, ഇറാൻ, ഈജിപ്റ്റ്, ഉത്തോപ്യ, റുവാണ്ട, കോങ്കോ തുടങ്ങിയവയൊക്കെ തന്നെ താൻ പരിഹരിച്ചു എന്നതാണ് ട്രംപ് വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നത്. ഓരോന്നിൽ ഓരോ നൊബേൽ എനിക്ക് നൽകേണ്ടതായിരുന്നുവെന്നും ട്രംപ് ഇവിടെ നാണക്കേട് മറയ്ക്കാനായി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസ പോസ്റ്റുകളും കാർട്ടൂണുകളും നിറഞ്ഞൊഴുകുന്നത്. ട്രംപ് നൊബേൽ അവാർഡ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ആരാധനാ പ്രസംഗം ഒരുക്കിയിരിക്കുന്നതായി തന്നെ തോന്നുന്നുവെന്നും എന്നതുപോലുള്ള കമന്റുകളാകട്ടെ ട്വിറ്ററിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. ചില ട്രംപിന്റെ വാക്കുകൾ പരിഹാസാത്മകമായ കാർട്ടൂണുകളിലും മീമുകളിലും രൂപം നൽകിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം. നൊബേൽ സമിതിയുടെ നിലപാട് മറികടന്നുകൊണ്ട് മച്ചാഡോയുടെ വിജയം പോലും സ്വന്തം രാഷ്ട്രീയ പ്രസംഗത്തിനായി തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് അതിനായി ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി വരുന്നത്. മച്ചാഡോയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ ആൽഫ്രഡ് നോബലിന്റെ മൂല്യങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ് എന്നും ലോകം ജനാധിപത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് തന്നെ അവൾ സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പ്രതീക്ഷയാണ് എന്നും അവിടെ നൊബേൽ സമിതിയുടെ വാക്കുകൾ ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ തന്നെ വീണ്ടും ചർച്ചയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി തന്നെ മാറുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് തന്നേക്കൂ എന്ന്. ഈ വാക്കുകളാണിപ്പോൾ വലിയ രീതിയിൽ ആ ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലായി തന്നെ ലോക മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് ട്രംപിന്റെ പ്രസംഗ ശൈലിയുടെ രാഷ്ട്രീയ ആ ഒരു കലയെ ഇതിവിടെ വെളിവാക്കുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.